ഹായ് ഓൾ, ഇറ്റ്സ് മീ അനന്തു. വെൽത്തിഫയുടെ മറ്റൊരു ഫോറക്സ് വീഡിയോ അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലെ അനാലിസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ഗോൾഡ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് നല്ല രീതിക്ക് ബുള്ളിഷ് ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഓൾ ടൈം ഹൈ എത്തിയേക്കാണ്. 3000 റേഞ്ചിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈമാണ് 3000ലേക്ക് വരുന്നത്. ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മുകളിലോട്ടേക്ക് നമുക്ക് ലെവൽസ് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് വ്യൂ തന്നെയാണ്. അപ്പൊ ഇനിയും ഗോൾഡ് പിന്നെയും മുകളിലേക്ക് പോകുന്നുള്ള ഒരു വ്യൂ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെവൽസ് നോക്കാനായിട്ട് കാര്യമായിട്ടില്ല. ഇനിയൊരു ചെറിയ കറക്ഷൻ തന്നാൽ വരാൻ സാധ്യതയുള്ള ലെവൽസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വരാനായിട്ട് സാധിക്കും. ഏകദേശം 2930 റേഞ്ചിലോട്ടൊക്കെ വരാം മാർക്കറ്റ് കറക്ഷൻ തരുകയാണെങ്കിൽ. അല്ല ഇവിടുന്ന് ഇനിയും സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് തന്നെ മുകളിലോട്ടേക്ക് ഇനി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ നമുക്കങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നും പറയാനായിട്ട് പറ്റില്ല ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ. സോ ഇതാണ് ഗോൾഡിലുള്ള വ്യൂ. ഇനിയും മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും തന്നെയാണ് വ്യൂ ഉള്ളത്. ഇനി നമുക്ക് യൂറോ യു എസ് ഡിയിലേക്ക് പോവാം. ഇപ്പൊ യൂറോ യു എസ് ഡിയുടെ ഒരു വ്യൂ പറയുകയാണെങ്കിലും സിമിലർ ആണ്. ഡോളർ ഇൻഡെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഫോളിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഡോളർ ഇൻഡെക്സ് ഫോളോ ചെയ്യുമ്പോൾ യൂറോ യു എസ് ഡി കയറുന്നൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ലെവലാണ്. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത റെസിസ്റ്റന്റ് ലെവൽ ഇതാണ്. ഈ ഒരു റേഞ്ച് വരേക്കും മാർക്കറ്റ് വരാനുള്ള പ്രോബിലിറ്റി കാണുന്നുണ്ട്. ഈ ഒരു ലെവൽ വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ബുള്ളിഷ് ട്രേഡുകളായിരിക്കും കൂടുതൽ യൂറോ യു എസ് ഡിയിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റുക. ഇപ്പൊ പ്രോപ്പറായിട്ട് ലാസ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു യൂറോ യു എസ് ഡി. ഇപ്പൊ ഗോൾഡ് പറഞ്ഞാലും യൂറോ യു എസ് ഡി പറഞ്ഞാലും രണ്ടും ബുള്ളിഷ് ആണ്. പിന്നെ GBP JPY കുറച്ച് റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് അതൊരു നല്ല മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമേ അതിനകത്തൊരു പ്രോപ്പറായിട്ട് അനാലിസിസ് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളത് യൂറോ യു എസ് ഡിയിലും ഗോൾഡിലും ഇനിയും അടുത്ത വീക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബുള്ളിഷ് എൻട്രീസ് ആയിരിക്കും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരാം.